എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ മുസ്തഫ താനൂരാട്ടാ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താട്ടാ. തിരുവനന്തപുരം ഭീമാപ്പള്ളീൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഞാൻ അരവിന്ദനെ കാണാൻ വേണ്ടി വന്നതാട്ടാ. അരവിന്ദൻ ഇവിടെ ഉണ്ട്. അരവിന്ദനക്ക് 37 വയസ്സായിട്ടുണ്ട് അരവിന്ദനക്ക്. അപ്പോൾ അരവിന്ദനക്ക് ഒരു പറ്റിയൊരു ഇണ വേണം. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അരവിന്ദനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം കേട്ടോ. ഓക്കെ. അത് നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വർത്തമാനം? അപ്പോൾ എനിക്കൊരു കല്യാണം വേണം അല്ലേ? അതിനാണല്ലേ. അപ്പോൾ എത്ര വയസ്സായി നമുക്ക്? 30. എന്താ ജോലി ചെയ്യണേ? പഠിച്ചുകൊണ്ടിരിക്കല്ലേ? ഇപ്പം ജോലിയൊന്നുമില്ല അല്ലേ? ഒന്നിനും പോകണില്ലല്ലേ? അപ്പോൾ ഇവന് ഇപ്പം ജോലിയൊന്നുമില്ല. ജോലിക്ക് പരിശ്രമിക്കുന്നുണ്ട് അല്ലേ? ബാക്കി നമുക്ക് ഒരു അച്ഛനുമായിട്ട് സംസാരിക്കാം. അച്ഛനോടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുക്കും. ഈ നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരെ അച്ഛൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുക. ബാക്കി ഇനി അച്ഛനായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മളെ അരവിന്ദനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വന്നതാണ് കേട്ടോ. തിരുവനന്തപുരം നല്ലൊരു പുണ്യമായ ഒരു സ്ഥലത്ത് നമ്മൾ ഭീമാപ്പള്ളി ബീവിൻ്റെ അമ്മൻ്റെ അടുത്ത് നമ്മളല്ലേ. അപ്പോൾ നമുക്ക് ഇവനക്ക് നല്ലൊരു ഇണയെ കിട്ടണം അല്ലേ? അതിനാണ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് ആൾ അരവിന്ദൻ എന്ന് പറയുന്നത്. 37 വയസ്സാണ്. ഇവന് ജോലിയൊന്നും ഇപ്പോൾ ഇല്ല അല്ലേ? പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ കോഴ്സൊക്കെ. ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നത്? ഒരു കടയിൽ പോകുന്നുണ്ട്. ഒരു കടയിൽ ജോലി ഉണ്ട് കേട്ടോ. കടയിൽ ഇവൻ പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ അച്ഛൻ, അതാണ് അച്ഛന്. അപ്പോൾ പിന്നെ അരവിന്ദൻ്റെ അച്ഛനാണത്. 37 വയസ്സായിരിക്കണം അരവിന്ദന്. അപ്പോൾ ഇവനക്ക് പറ്റിയ നല്ലൊരു ഈണ. അപ്പോൾ പിന്നെ ഇവനക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? വൈകല്യമായിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും വരക്കില്ല. ഇല്ല, ഒന്നുമില്ല. ഓർമ്മക്കുറവ്, ചെറിയൊരു ഓർമ്മക്കുറവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു 32 വയസ്സൊക്കെ ആയുള്ള കുട്ടീനെ പരിഗണിക്കാം അല്ലേ? 35 വയസ്സ് വരെ പോകാം. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും വൈഫ്, ഞങ്ങൾ രണ്ടുപേരും സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാരാണ്. രണ്ടാൾ ജീവനക്കാർ റിട്ടയർഡാണ്. പിന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കൾ എത്രയാണ്? ഈ ഒരു മകൻ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മകൻ തന്നെ വരുന്ന പെൺകുട്ടി എന്തായാലും വളരെ ഭാഗ്യവതിയായിരിക്കും. ഒറ്റ മകനേ ഉള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും റിട്ടയർഡാണ്. ജീവിക്കാനുള്ള വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കും. ഇവരെ കോൺടാക്ട് നമ്പർ കൊടുക്കും. അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ഇവരെ ബന്ധപ്പെടുക. ഇവരെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ പറ്റിയ തിരുവനന്തപുരം. ഇപ്പോൾ ഏതൊക്കെ ജില്ലയിൽ നിന്നപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇല്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് എവിടെ നിന്നായാലും നിങ്ങൾ പരിഗണിക്കും അല്ലേ അരവിന്ദ? കേരളത്തിൽ എവിടെ ആയാലും പരിഗണിക്കും. അപ്പോൾ കാസർഗോഡ് നിന്നൊക്കെ ആണെങ്കിലാ എന്തായാലും പടച്ചോൻ വീഴ്ചവാരി നടക്കട്ടെ. നല്ലൊരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും അരവിന്ദന് നല്ലൊരു ഇണയെ കിട്ടും. നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കും. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഇതാണ് അച്ഛൻ ഇട്ടാ. അപ്പോൾ നിങ്ങൾ നമ്പറിന് കൊടുക്കല്ലേ? അപ്പോൾ അച്ഛൻ്റെ നമ്പർ എന്തെങ്കിലും കൊടുക്കും കേട്ടോ. ഓക്കെ.